ക്രിസ്ത്യാനികളെ മതം മാറ്റാനല്ല, അല്ലെങ്കിൽ ഹിന്ദുത്വമാണ് ശരിയെന്ന് പറയാനുമല്ല, അല്ലെങ്കിൽ അക്രമവാസനയുള്ള മറ്റേതെങ്കിലും മതസ്ഥരെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനും അല്ല. ശരിക്കും നമ്മൾ ആസ്വദിച്ച ഈ ഒരു കാര്യത്തെ ജാതി മത വ്യവസ്ഥകൾക്ക് അതീതമായി നിന്നുകൊണ്ട് അവരും ഇതേ കാര്യത്തെ ആസ്വദിക്കണം, അറിയണമെന്നുള്ള ഒരു വാഞ്ച കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചില ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ഇത് മതം മാറ്റാൻ വേണ്ടിയാണ്, ക്രിസ്ത്യാനികളെ ഹൈന്ദവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെ രാമരാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, എല്ലാ മനുഷ്യരും നമ്മൾ അനുഭവിച്ച കാര്യത്തെ ആസ്വദിക്കണമെന്നും അറിയണമെന്നും ക്രിസ്തുദേവൻ പറഞ്ഞ കാര്യവും മുഹമ്മദ് നബി പറഞ്ഞ കാര്യവും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യവും എല്ലാവരുടെ ജീവിതത്തിനകത്തും സംജാതമാകണമെന്ന് പറഞ്ഞ ആ ഒരു ലക്ഷ്യത്തോടു കൂടെ നമ്മളിത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സത്യം ഒന്നേ ഉള്ളൂ. അതെ, മനുഷ്യപ്പിറവി എടുത്താൽ ഒരു സത്യം അസത്യത്തിൽ ഒളിഞ്ഞാണ് വരുന്നത്. അതിന് ഒരു മുട്ടയെന്ന് പറയും. ഒരു തള്ളപ്പിടക്കോഴിക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്കൊരു ബീജം കിട്ടിയിട്ട് ആ ബീജം അണ്ടവുമായിട്ട് ലയിച്ച് 10 മാസം കൊണ്ട് അതിനൊരു രൂപകൽപ്പന ചെയ്ത് ഒരു പുത്രനായിട്ടോ പുത്രിയായിട്ടോ പുറത്തു വരികയാണ്. അപ്പം അതിനകത്ത് രണ്ടിൻ്റെയും ഫലമുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഗുണമുണ്ട്, പ്രകൃതിയുടെയും പുരുഷൻ്റെയും, മായയുടെയും മഹാദേവൻ്റെയും. അമ്മ തരുന്നതെല്ലാം തിരിച്ചെടുക്കും. ഈ ഉണ്ടാക്കി കാണിക്കുന്ന എല്ലാം തിരിച്ചെടുക്കും. പല്ല്, നഖം, ഈ കാഴ്ച, ഈ ശരീരം, എല്ല്, കിടു, ഇതെല്ലാം 5 കൂട്ടം സാധനമാണ്. വെള്ളം, വായു, അഗ്നി, ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ. ദൃശ്യമായതെല്ലാം അദൃശ്യമാകും. ദർശനങ്ങൾ അദൃശ്യമാക്കുക, എന്നിട്ട് ദൃക്കിനെ കണ്ടെത്തുക. ഇത് കാണുന്നവനാര്? എന്നിലിരുന്ന് കാണുന്നവനാര്? നിന്നിലിരുന്ന് കാണുന്നവനാര്? അവനിലിരുന്ന് കാണുന്നവനാര്? ഉറങ്ങാൻ സഹായിക്കുന്ന, ഉണരാൻ സഹായിക്കുന്ന, അതികഠിനമായ നിദ്രയിലും ഒന്നും പറഞ്ഞു മനസ്സ് വരെ ഇല്ല, ആ സമയത്തും അവൻ്റെ ഹൃദയയിടിപ്പിന് കൂട്ടായി നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന സത്യസ്വരൂപനായ സാക്ഷി, ശിവം, ബ്രഹ്മം, ഈശ്വര ചൈതന്യം, എന്നെ ഞാനാക്കിയിരിക്കുന്ന, നിന്നെ നീ ആക്കിയിരിക്കുന്ന, അവനാക്കിയിരിക്കുന്ന ആ പൊരുൾ നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ നിന്നിലുണ്ട്. ഒരുവൻ്റെ സംസ്കാരത്തെ, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് ഉദിക്കുന്ന സാധനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് മൂല്യം നിർണ്ണയിക്കുന്നത്. എളിയവൻ്റെ കാഴ്ചപ്പാടാണ് അത്. തീർച്ചയായിട്ടും മുട്ടായിയെ കാണാൻ പറ്റില്ല, മുട്ടായി കുപ്പി കാണാം. പക്ഷേ ഈ പാത്രത്തെ കണ്ടുകൊണ്ട് ഇതാ സ്വാമി വന്നു. സ്വാമിയെ ആർക്ക് കാണാൻ പറ്റും? ശരിക്കും ആ സ്വാമി അകത്തിരിക്കുക. ഇത് അപ്പോൾ ചൈതന്യം അകത്താണ്. ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ക്ഷേത്രത്തിനകത്തിരിക്കുന്ന വിഗ്രഹത്തിനാണ്. വിഗ്രഹത്തിൻ്റെ ചൈതന്യം അതിൻ്റെയും ഉള്ളിലാണ്. അതാണ് നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ വിഷ്ണു യോഗനിദ്ര എന്ന് പറയുന്നത്. ശിവശങ്കരൻ, ശിവനല്ല, ശിവമല്ല, ശിവശങ്കരൻ, ഈ പാമ്പും ചുറ്റിക്കൊണ്ട് നടക്കണല്ല. അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ വേറെയുണ്ട്. നീലകണ്ഠനും മണികണ്ഠനും എല്ലാം ഒന്നാണ്, ആത്മാവാണ്. ഞാനും നിങ്ങളും ആത്മാവാണ്. ഞാൻ ആത്മാവിൻ്റെ കാര്യമാണ് പറയുന്നത്, പരമാത്മാവിൻ്റെ കാര്യമാണ് പറയുന്നത്. നാശമില്ലാത്ത ഒന്ന് ഇതിനകത്തുണ്ട്. ഈ ഒന്ന് കൊണ്ട് ഇപ്പോൾ ഞാൻ വിവേകപൂർവം വിതച്ചാൽ സർവഹൃദയങ്ങളിൽ ഇരിക്കുന്നതിനെ ആദരിച്ച് വിതയ്ക്കും. ഇതിനെ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നിനെ അറിയുന്നില്ല. വ്യക്തിബോധത്തിൽ കുറ്റമുണ്ട്, ആത്മബോധത്തിൽ കുറ്റം ഇല്ല. ഉണർവുള്ള, ഉത്സാഹമുള്ള,
കത്തിജ്വലിക്കുന്ന ഒരു ജ്ഞാനാഗ്നി ഉള്ളിലിരുന്ന് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു. ആ പ്രേരണയാണ് അതെ നമ്മളെ ജീവിതത്തിൻ്റെ വഴിതിരിച്ചു വിടുന്നത്. ഉള്ളിലെ വാസനയ്ക്കനുസരിച്ച് ബിവറേജ് കോർപ്പറേഷനിൽ പോവാം. ഉള്ളു പറയും പോലെയല്ലേ. അതെ, അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഒരുവന് ജീവിതത്തെ കാണാൻ പറ്റും. അതെ. അപ്പോൾ അറിവ് കെട്ടവന് എല്ലാവരും അറിവില്ലാത്തവരാണ്. അറിവ് കെട്ടവന് എല്ലാവരും അവനെ പോലെ ഒന്ന് ചിന്തിക്കും. ആ നിലവാരത്തിൽ. അതെ, ആ നിലവാരം. അറിവിൻ്റെ ഉച്ചകോടിയിലെത്തിയവൻ സർവ്വതും നീയാണ്, പിതാവാണ്, ഞാനാണ്. അപ്പോൾ ഒരു ഈർക്കിൽ വിവരമുണ്ടായാൽ അത് ഈക്കിലാണെന്ന് പറഞ്ഞാൽ ആ തലത്തിൽ ഉയർന്നവർ അവൻ്റെ അടുത്ത് അടിഞ്ഞു കൂടും. അങ്ങനെ വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ചീകിപ്പറക്കി ഇതൊരു ചൂലാക്കാൻ പറ്റും. ആ ചൂല് കൊണ്ട് ലോകം ക്ലീനാക്കാൻ പറ്റും. സ്വാമി വിവേകാനന്ദ ഇത് മലയാളിക്കും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും സ്വീകാര്യനായില്ലേ. അതെ. അതുകൊണ്ട് ശരീരം മരിച്ചാലും നിങ്ങൾ മരിക്കില്ല. അതെ, എക്കാലവും ജനഹൃദയങ്ങളിൽ സ്മരിക്കപ്പെടും, ആദരിക്കപ്പെടും. അത് സത്യമാണെങ്കിൽ. അതെ, അകത്തെ ഈ സത്യം തിരിച്ചറിയാൻ ആത്മസ്നേഹം പോലെ അല്ല പണസ്നേഹം, സൗന്ദര്യം സ്നേഹം, ജാതി സ്നേഹം, രാഷ്ട്രീയ സ്നേഹം, അതൊക്കെ എപ്പോഴും മറിയും. ഏത് സ്നേഹമായാലും ശരി മറിയും. മാറാത്ത എന്നും നിലനിൽക്കുന്ന ഒരേ ഒരു സ്നേഹം ആത്മസ്നേഹം. എന്നെ ഞാൻ അറിയുന്നു, ഞാൻ ഇതെല്ലാം അറിയുന്നു. അതെ, ഞാനില്ലാതെ ഈ ഉലകത്തിൽ ഈ ഒരു ജീവജാലങ്ങളുണ്ടാവില്ല. ഭിന്നിച്ച് കാണുന്നതിന് എളുപ്പം, ഒന്നിച്ച് കാണാൻ ഈ സത്യം അറിയണം.